ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റ് 2024 അവിടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 2 അപ്ഡേറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് രണ്ടും ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ആ ഒരു ടൈം ടേബിളാണ് വന്നേക്കുന്നത്. ഒരു താൽക്കാലിക ടൈം ടേബിൾ ആയിട്ടുള്ളൊരു ഇതാണ് വന്നേക്കുന്നത്, ഒരു ലിസ്റ്റാണ് വന്നേക്കുന്നത്. ചിലപ്പോൾ ഈ ഡേറ്റുകളൊക്കെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എല്ലാ കാര്യങ്ങളും കിസാറ്റ് അവരുടെ വെബ്സൈറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ കിസാറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും പറയാറുണ്ട്, നമ്മളും പറ്റുന്ന പോലെ അപ്ഡേറ്റുകൾ തരാൻ ശ്രമിക്കും. പക്ഷേ അപ്ഡേറ്റ് നിങ്ങൾ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപക്ഷെ മെയിലുകളോ അല്ലെങ്കിൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെസ്സേജുകളോ വന്നേക്കാം. അത് വരണം എന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നില്ല അല്ലെങ്കിൽ ഒരു മെയിൽ വന്നില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ എക്സാം ടൈം ടേബിൾ അല്ലെങ്കിൽ മറ്റു നോട്ടിഫിക്കേഷൻസൊക്കെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ സ്പോട്ട് അഡ്മിഷനിലൊക്കെ നമുക്ക് ലിങ്കുകളൊക്കെ നമ്മൾക്ക് മെയിലായിട്ടും നമ്മുടെ പ്രൊഫൈലിലൊക്കെ അവർ അയക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വരെയൊക്കെ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ആണെങ്കിൽ ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നേരിട്ടായിരിക്കും, അതല്ല ഇനി ഓൺലൈനാണ് സ്പോട്ട് അഡ്മിഷനെങ്കിൽ അവർ ലിങ്കൊക്കെ നമ്മൾക്ക് മെയിലും മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാം. അല്ലാതെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊന്നും നമ്മൾക്ക് വന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പ്രൊഫൈലിൽ അല്ലെങ്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട് നമ്മൾ വെബ്സൈറ്റ്, ഈ ഒരു കിസാറ്റിൻ്റെ അഡ്മിഷൻ ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മൾ റെഗുലറായിട്ട് നോക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ കിസാറ്റിൻ്റെ ഒരു ഡേറ്റ് പറഞ്ഞേക്കുന്നത് 10 മുതൽ 12 വരെയാണ്. മെയ് 10, 11, 12 അല്ലേ, ഫ്രൈഡേ ടു സൺഡേ എന്ന് പറയുന്ന ആ ഡേറ്റുകളാണ്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നോക്കുമ്പോൾ ഒരു ടെസ്റ്റ് കോഡ് തന്നെ പല ദിവസങ്ങളിൽ പല ടൈമിൽ ആവർത്തിച്ച് വന്നേക്കുന്ന കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ആദ്യത്തെ 101 എന്നുള്ള ടെസ്റ്റ് കോഡ്, അതാരാ എഴുതേണ്ടത്? ബിടെക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ആയിട്ടുള്ള കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള ടെസ്റ്റ് ആ ഒരു സബ്ജക്റ്റുകൾ വരുന്ന ടെസ്റ്റിൻ്റെ കോഡാണ് 101 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബയോളജിയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് 104 ടെസ്റ്റ് കോഡ് ഉണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്ന MSc 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്ന ടെസ്റ്റ് കോഡ്. അപ്പോൾ ഈ 101 ടെസ്റ്റ് കോഡ് നമ്മളിവിടെ നോക്കുമ്പോൾ മെയ് 10 9:30 വന്നിട്ടുണ്ട്, പിന്നെ 2:30 വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു കുട്ടിക്ക്, ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞാണ്, ഇതറിയാവുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ സാധാരണ ഒരു കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ എല്ലാ ദിവസവും ഞാൻ പോയി എഴുതണം എന്നുള്ളത് വേണ്ട. നിങ്ങളുടെ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ കോഴ്സുകൾ കൊടുത്തില്ലേ, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ടെസ്റ്റ് കോഡാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമിൻ്റെ ടൈം, ഓക്കെ, എവിടെ പോയിട്ടാണ്, അതായത് എക്സാമിൻ്റെ സെൻറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം എക്സാമുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അത്രയും ഡൗൺലോഡ് ചെയ്ത് ആകുമ്പോൾ പ്രിൻ്റ് എടുക്കണം കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ 101 അതുപോലെ തന്നെ 104 ഒക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ടൈം ആയിരിക്കുമല്ലോ എക്സാം. ഓക്കെ, അപ്പോൾ ആ 2 പ്രാവശ്യം നിങ്ങൾ എക്സാം ഹോളിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കാണിക്കണം. ഒരു പ്രാവശ്യം കയറുമ്പോൾ കാണിക്കുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ മിക്കവാറും വാങ്ങി വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ടെസ്റ്റ് കോഡിന് വേറൊരു എക്സാം ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എത്ര എക്സാം എഴുതുന്നുണ്ടോ അത്രയും അഡ്മിറ്റ് കാർഡുകളും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ളത് എടുക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ടെസ്റ്റ് കോഡ് ഏതിൻ്റെ, ഇപ്പോൾ 101 നമ്മൾ പറഞ്ഞു, 104 പറഞ്ഞു, അതുപോലെ 620 ആണ് LLMൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പിന്നെ 619 3 ഇയർ LLBയുടെ ടെസ്റ്റാണ്. 625 MSc ഫോറൻസിക് സയൻസിൻ്റെ ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലേ ഇത് കാണുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ സെൻറ്റർ, അതൊക്കെ നിങ്ങൾക്ക് മെയ് 1 മുതൽ, സാധാരണ കേസിൽ കിസാറ്റ് പറയുന്നത് മെയ് 1 മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും കിസാറ്റ് കേട്ടോ. ഇനി നമുക്ക് വെബ്സൈറ്റിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കിസാറ്റിൻ്റെ വെബ്സൈറ്റ് admission.kisat.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു ഓക്കെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയായിട്ട്
ലേറ്റസ്റ്റ് ന്യൂസിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വെബ്സൈറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ എടുക്കുമ്പോൾ. ഇവിടെ ആദ്യം തന്നെ ഓടിപ്പോകുന്നുണ്ടോ CAT 2024 എക്സാം ടൈം ടേബിൾ ആൻഡ് മോക്ക് ലിങ്ക് ചെക്ക് നോട്ടിഫിക്കേഷൻ മെനു. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ മെനുവിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇവിടെ 20/4 നമുക്ക് ഈ ടൈം ടേബിളിൻ്റെ ഇത് വന്നേക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ വായിച്ചത്. അതുകൂടാതെ ഇവിടെ 25/4/2024 മോക്ക് ടെസ്റ്റ് ലിങ്ക് ഈസ് അവൈലബിൾ ഇൻ UG PG കാൻഡിഡേറ്റ് പ്രൊഫൈൽ. നിങ്ങളുടെ ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യൂലേ, നമ്മളിവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഗിൻ കൊടുത്തേക്കുന്നുണ്ടോ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ലോഗിൻ. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മോക്ക് ടെസ്റ്റ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു PDF കിട്ടും. എന്താണ് ഗൈഡ് ലൈൻസ് എന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഗീവൺ ഇൻ ദ മോക്ക് ടെസ്റ്റ് ആർ, അതായത് ഇപ്പോൾ ഈ ഒരു തന്നേക്കുന്ന ആ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ അവിടെ തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്ടസ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ടെസ്റ്റ് കോഡ് 101 എന്നുള്ള ടെസ്റ്റ് കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BTechനും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനൊക്കെയുള്ള ആ ഒരു 101 എന്നുള്ള ടെസ്റ്റ് കോഡിൻ്റെ ടോട്ടൽ ടൈം 180 മിനിറ്റാണ്. അതിൽ ഫിസിക്സിന് 60 മിനിറ്റ്, കെമിസ്ട്രിക്ക് 45 മിനിറ്റ്, മാത്സിന് 75 മിനിറ്റ്, അങ്ങനെയാണ് ആ ഒരു ടൈം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഫിസിക്സിൻ്റെ 60 മിനിറ്റ് കഴിഞ്ഞാലാണ് നമ്മൾക്ക് കെമിസ്ട്രിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. കെമിസ്ട്രിയുടെ 45 മിനിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു മാത്സിൻ്റെ ആ ഒരു ഇതിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ അങ്ങനെ പോകാനായിട്ട് സാധിച്ചേക്കാം. പക്ഷേ നമ്മളുടെ ഒറിജിനൽ എക്സാം വരുമ്പോൾ, നമ്മൾ നന്നായിട്ടുള്ള ആ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പൊക്കോളും. ഫിസിക്സിൻ്റെ 60 മിനിറ്റ് കഴിയുമ്പോൾ കെമിസ്ട്രി, അത് കഴിഞ്ഞ് മാത്സിലേക്ക് പോകാനായിട്ട് പൊക്കോളും കേട്ടോ. ഇനി ഫോർ ഇൻ്റഗ്രേറ്റഡ് MSc in biological science students have to appear for these 3 session with 2 different hall ticket. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ 2 എക്സാം 101 നേരത്തെ പറഞ്ഞ പോലെ 104 എഴുതുന്നുണ്ടെങ്കിൽ രണ്ടിനുമായിട്ട് ആ രണ്ടിൻ്റെയും ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഹോൾ ടിക്കറ്റ് വെച്ചിട്ട് രണ്ടും പോകാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതാണ് 2 അപ്ഡേറ്റുകൾ വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.